ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ, എന്താണ് അവരുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന പൈൽ ഏതാണ്, ആ ഒരു പൈൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്, അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാർ, അപ്പം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഫേസോ അല്ലെങ്കിൽ ആ ഒരു എനർജിയോ നിങ്ങൾ അപ്ഗ്രേഡ് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അത് ഈ ഒരു പൈലാണ്. ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ ഈ ഒരു പൈൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ ഓക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ സിറ്റുവേഷൻസ് എന്താണെന്ന് നോക്കാം. ഐ തിങ്ക് നിങ്ങളുടെ 2 പേരെയും ഒരു ഗതികെട്ട ഒരു റിലേഷൻഷിപ്പായി പോയി കാണാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് സക്സസ് ഉണ്ടാവുന്നില്ല, ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നില്ല, പ്രശ്നങ്ങൾ മാത്രം തരണം ചെയ്യുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് വരണം. അപ്പോൾ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായ സിറ്റുവേഷൻസ്, നിങ്ങൾ എന്ത് ചെയ്തിട്ടും എവിടെ ചെന്ന് തൊട്ടാലും പ്രശ്നങ്ങളാവുന്ന കുറച്ചധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങൾ 2 പേരും കൂടെ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എവിടെ ചെന്ന് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെ ചെന്ന് സിറ്റുവേഷൻ തൊട്ട് കഴിഞ്ഞാലും ഭയങ്കരമായ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ആവാൻ പറ്റുന്നില്ല, 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിക്കണം എന്ന് പോയി മുന്നോട്ട് പോകുന്നതോറും പറ്റുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾ താഴോട്ട് വീണുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളൊരു കെൽപ്പില്ലാത്ത വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നു. 2 പേർക്കും ഈ റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം എന്ന് അറിയത്തില്ല, പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ 2 പേരും ചിന്താഗതി വേറെ ചിന്താഗതി ആയതുകൊണ്ട് തന്നെ രണ്ടും 2 സൈഡിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ മറു വ്യക്തിക്ക് നിങ്ങൾക്ക് ആ സമയം ഒട്ടും ഇഷ്ടം കാണത്തില്ല. അപ്പോൾ 2 പേരുടെയും ക്യാരക്ടർ ഇടയ്ക്കിടയ്ക്ക് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നത്. കുറച്ചൊരു ബ്ലാക്ക് മാജിക് പരമായിട്ടുള്ള ഫാമിലി ഇഷ്യൂസ് ഉണ്ടോ, കല്യാണം കഴിച്ചിട്ട് വേറെ റിലേഷൻഷിപ്പ് അവിഹിതപരമായിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ, സെക്സ് പരമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടോ, എന്തൊന്നും അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഭയങ്കരമായിട്ടും മുകളിലോട്ട് പോകും തോറും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ റിലേഷൻഷിപ്പിൽ ചെറിയൊരു സക്സസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു കയറ്റം ഉണ്ടാവാണ്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. എത്ര തന്നെ വിചാരിച്ചിട്ടും പല സ്ഥലത്ത് പോയിട്ടും പല സിറ്റുവേഷനിൽ പോയിട്ടും ഈ പെട്ടെന്ന് വരും അല്ലെങ്കിൽ എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും ഒരു മാജിക്ക് നടക്കും എന്നൊക്കെ വിചാരിച്ച് പോകും തോറും തിരിച്ചു വരുന്ന ഫുൾ അടികളാണ്. നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ അതേ കണക്ക് പമ്പ് ചെയ്ത് അടുത്തൊന്നിരിക്കുന്ന സിറ്റുവേഷനാണ്. നിങ്ങൾ മുകളിലോട്ട് പോകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. നിങ്ങൾക്കിത് കളഞ്ഞിട്ട് പോയാൽ മതി ഈ ഒരു സിറ്റുവേഷൻ. നിങ്ങൾക്ക് നിങ്ങളുടേതായ പാതയിലോട്ട് പോവാമെന്ന് വിചാരിച്ച് നിന്നിട്ട് പോലും നിങ്ങളെ കൊണ്ട് പറ്റാണ്ട് പിന്നെയും ആ റിലേഷൻഷിപ്പിൽ പോയി അടി വാങ്ങി തിരിച്ചു കൊണ്ടുവരുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് എനിക്കിവിടെ കുറച്ചധികം ആൾക്കാരെ കാണാൻ പറ്റുന്നത്. ഐ തിങ്ക് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയത്തില്ല. മെയിൻലി നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിനെ കുറിച്ച് മാക്സിമം പഠിക്കാൻ നോക്കുക. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിലുള്ള വ്യക്തി ആരാണ്, ആ വ്യക്തിയെക്കുറിച്ച് കൂടുതലും മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക. ആ വ്യക്തിയുടെ മനസ്സറിയാൻ വേണ്ടി നോക്കുക. ആ വ്യക്തിയുടെ സിറ്റുവേഷൻ, ആ വ്യക്തിയുടെ എനർജി, ആ വ്യക്തി എങ്ങനത്തെ ഒരാളാണ് എന്ന് മാക്സിമം പഠിക്കാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ നിങ്ങളേത് കണക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നിന്ന് കൊടുക്കാണ്ടിരിക്കുക. നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമൈസ് ആയിട്ടുള്ള നിങ്ങളുടെ സിറ്റുവേഷൻസ്, ഈ സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ
കുഞ്ഞു വാവയെ പോലെ അല്ല, ഈ വ്യക്തിയെ ഭയങ്കരമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ദേഷ്യമുള്ള വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്തും ആഗ്രഹിച്ചാലും ആ വ്യക്തിക്ക് അത് നേടിയെടുക്കണം അല്ലെങ്കിൽ നേടണം എന്ന ആഗ്രഹമുള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ പല രീതിക്കും മാനിപ്പുലേറ്റ് ചെയ്ത് പല രീതിക്കും കളിപ്പിക്കാൻ അറിയാവുന്നുള്ളൊരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. സെക്ഷൽ പരമായിട്ടായിരിക്കും, ഫിസിക്കൽ പരമായിട്ട്. പക്ഷേ ആ വ്യക്തി നിങ്ങളെ ഒരു ലൂപ്പിൽ പെടുത്തിയിട്ട് ആ വ്യക്തിയുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായ ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഭയങ്കരമായ ഒരു ബുദ്ധിയുള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നു. ആ വ്യക്തിക്ക് എന്താ പറയുക, ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ആ വ്യക്തിയുടെ ഒരു മദർ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മദർ എനർജി കാണാൻ പറ്റുന്നത് ആ വ്യക്തിയുടെ അമ്മയിൽ നിന്ന് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടും കിട്ടിയൊരു ഒരു ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ അത് വെച്ച് ആ വ്യക്തിക്ക് യൂസ് ചെയ്യാൻ അറിയാം. അപ്പം നിങ്ങളൊരു പാവമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഭയങ്കരമായിട്ടും ഡൗൺ സിറ്റ്, നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ടും ലോ എനർജി, നിങ്ങളുടെ ഓറ ഭയങ്കരമായിട്ടും ലോ ഓറയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ടും പറ്റിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ടൈം കുറേ അധികം ആൾക്കാരുടെ റിലേഷൻഷിപ്പിൻ്റെ ടൈം കഴിഞ്ഞു എങ്കിൽ അവിടെ എന്തിനാണ് ചുമ്മാ പിടിച്ച് നിൽക്കുന്നത്. അടുത്ത അതായത് ഇപ്പോൾ വേനൽക്കാലത്ത് ഈ മരങ്ങൾ ഭയങ്കരമായി റബ്ബറിൻ്റെ മരങ്ങൾ ഭയങ്കരമായിട്ടും ഇല പൊഴിച്ചു കളയും, പിന്നീട് റിപ്പീറ്റ് ആവും. ആ ടൈം പോയി കഴിഞ്ഞാൽ വേറെ അനദർ ടൈം നിങ്ങളുടെ ലൈഫിലോട്ട് വരും, അല്ലെങ്കിൽ ആ ടൈം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കണം. അപ്പം നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ടൈം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻ്റെ സിറ്റുവേഷൻ്റെ ടൈം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പുതിയ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു നിങ്ങൾ ജഡ്ജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ദൈവത്തിന് അല്ലെങ്കിൽ ഡിവൈൻസിന്. നിങ്ങൾ ജഡ്ജ്മെൻറ്റ് തരും, എനിക്ക് മാത്രം എന്താണ് ഈ ഒരു സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിൽ വരുന്നത്, എനിക്ക് എന്തുകൊണ്ട് ഇതിൽ നിന്നും ഇറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ, എന്തുകൊണ്ട് ഇത് പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് എൻ്റെ അടുത്തൊരു സ്നേഹം കിട്ടാതിരിക്കുന്നത്, സ്നേഹം വരാത്തതിൻ്റെ കാരണം എന്താണ്, ആ വ്യക്തിയിൽ നിന്നും അത് പിടിച്ചു വാങ്ങാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എന്തിനാണ് ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ സ്നേഹം എന്തിനാണ് പിടിച്ചു വാങ്ങാൻ നോക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ആ വ്യക്തിക്ക് സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തോട്ട് വരും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകും തോറും ആ വ്യക്തിയിൽ നിങ്ങൾക്ക് ഇഷ്ടക്കേടില്ലാണ്ട കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ടും ഈ പ്രകൃതിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ വിഷമിക്കുന്നതിനോടൊപ്പം തന്നെ പ്രകൃതി വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാതെ പോയല്ലോ എന്ന് പ്രതിക്ക് വിഷമമുണ്ട്. നിങ്ങളുടെ ടൈം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി എന്തിന് വേസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ റിലേഷൻഷിപ്പിൽ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലായി കഴിഞ്ഞാൽ ഈ പറയുന്ന പോയ വ്യക്തിയൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. എന്നിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പിന്നെയും അഡിക്റ്റായി കഴിഞ്ഞാൽ ആ വ്യക്തിയിലോട്ട്, ഈ വ്യക്തി ഇപ്പം നിങ്ങളുടെ ഇപ്പം നിങ്ങൾ വിട്ടു അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾ കളഞ്ഞു പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരും. വന്നതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും 2-3 മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും പിന്നെ റിട്ടേൺ അങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഞാൻ എന്താ വന്നു ചേട്ടാ, അല്ലെങ്കിൽ വന്നു ചേച്ചി, അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് നിങ്ങൾ പിന്നെയും അഡിക്റ്റായി. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് എ ലൂപ്പ്. ഒരു വ്യക്തിയിൽ പല രീതിക്കുള്ള ലൂപ്പുകളുണ്ട്. അപ്പം അതിലൊന്നും ചെന്നപ്പെടാണ്ട് നിങ്ങൾക്കൊരു ലൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതെങ്ങനെ ഇപ്പം ഐ തിങ്ക് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറ്റണം, മനസ്സിലാവുന്നുണ്ട്. ആ വ്യക്തിയുടെ കയ്യിൽ എന്തിനാണ് നിങ്ങളുടെ ഹാപ്പിനെസ്സിൻ്റെ ചാവി ഒരാളുടെ കയ്യിൽ കൊടുക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലിരിക്കേണ്ട സാധനമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കണ്ടേ? അത് മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തേപ്പിക്കുന്ന എന്തിനാണ്? നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ഹാപ്പിനെസ്, ആ വ്യക്തി വന്നാൽ മാത്രമാണോ ഹാപ്പിനെസ് ഉണ്ടെന്ന് അത് അച്ചീവ് ചെയ്യണം. അത് ആ ലൂപ്പിൽ നിന്നും ഇറങ്ങി പുതിയൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലോട്ടൊക്കെ മാറി എക്സ്പീരിയൻസ് ചെയ്ത് പ്രശ്നങ്ങൾ തരണം ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം കത്തും. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവുന്നില്ലേ, അല്ലെങ്കിൽ ഇതിനൊരു ലാസ്റ്റ് ഇല്ലേ, ഇതിനൊരു എൻഡില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞ വ്യക്തികൾക്ക് ഡിവൈൻ പറയുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിൻ്റെ യുക്തിക്ക് അല്ലെങ്കിൽ നിൻ്റെ സോൾ എന്താണ് നിൻ്റെ അടുത്ത് പറയുന്നതെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാം. നിൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം, നിൻ്റെ കയ്യിലിരിക്കുന്ന പർപ്പസ്, നിൻ്റെ കയ്യിലിരിക്കുന്ന നിനക്ക് വേണ്ടി വരുന്ന വ്യക്തികൾ, ഈ വ്യക്തികളിലൊക്കെ നിനക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് നിനക്കത് റിയലൈസ് ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് റിയലൈസ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി നിൽക്കാത്ത വ്യക്തികൾക്ക് നിങ്ങൾ അങ്ങോട്ട് പോകാണ്ടിരിക്കുക. നിങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വരും. അപ്പം ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ അനദർ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം
മാക്സിമം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കുട്ടി വാവേനെ പോലെ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമാസ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറേ അധികം ട്രോമാസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊരു ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു മെച്യൂർഡ് അല്ലാണ്ട് ആ വ്യക്തി ആക്കി ആണോ, മെച്യൂർഡ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ പേഴ്സൺ നിങ്ങളായിട്ട് നിൽക്കും, നിങ്ങളുടെ സ്റ്റാൻഡപ്പ് വീഡിയോയാണ്, റീല് തെറ്റിയാണ്. അങ്ങനെ മാക്സിമം ആവാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ, ചെറിയ പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം പറഞ്ഞ് ഒഴിവാക്കാൻ അല്ലെങ്കിൽ പറഞ്ഞ സിറ്റുവേഷൻസ് മാന്യമായിട്ട് സംസാരിച്ച് തീർക്കാൻ വേണ്ടി നോക്കുക. ഉള്ളിൽ വെച്ച് ഈഗോസും കാര്യങ്ങളും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും. ഈ വ്യക്തി, നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്, ഈ വ്യക്തി കുറേ അധികം കാര്യങ്ങൾ പഠിച്ചതും കുറേ അധികം ലൈഫ് എക്സ്പീരിയൻസ് ഉള്ളതും ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് വന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ, അനുഭവങ്ങൾ കുറേ ഉള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ അത് വിട്ട് തരത്തൊന്നുമില്ല. അപ്പോൾ ആ വ്യക്തി അഹങ്കാരം അഹംഭാവമൊക്കെ ഉള്ള വ്യക്തികളാണെന്നില്ല, അതൊക്കെ ഡിവൈൻ സെറ്റ് ചെയ്തോളും. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളായിരിക്കണം ബെറ്റർ പൊസിഷനിൽ നിൽക്കേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്, നമുക്ക് നോക്കി സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന രണ്ടാമത്തെ പൈൽ, അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ പൈലേ ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. സെക്കൻഡ് പൈൽ. ഓക്കെ, സെക്കൻഡ് പൈൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്നൊക്കെ നമുക്ക് നോക്കാം. സെക്കൻഡ് പൈൽ, കഴിഞ്ഞ മണി ഞാൻ റീഡിങ് ഇട്ട സമയത്ത് ഏറ്റെടുത്തൊരു ചേച്ചി ഒന്ന് പറഞ്ഞായിരുന്നു, എന്നും ഇടയ്ക്കിടയ്ക്ക് വരാണ്ട് എന്നും റീഡിങ് ഇട്ടുകൂടെ എന്ന് ചോദിച്ചായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ളതും ഏറ്റവും ആഗ്രഹമുള്ളതും പാഷനേറ്റായിട്ട് ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷേ എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എനർജി എനിക്കിതിൽ നിന്ന് കിട്ടത്തില്ല. ഭയങ്കരമായിട്ടുള്ള എനർജി ലോസിങ് ആണ് റീഡിങ്, പ്രത്യേകിച്ച് എനിക്ക്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തികളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കുക. സെക്കൻഡ് പൈൽ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തികൾ വന്ന് ഇവിടെ പറഞ്ഞു തരും. അത്ര എനർജി ഇവിടെ പാസ്സാവുന്നുണ്ട് സെക്കൻഡ് പൈലിന്, അത്ര എനർജി ഉണ്ട്. ഓക്കെ, സെക്കൻഡ് പൈൽ കുറച്ചധികം സീനാണ്. സെക്കൻഡ് പൈൽ എന്ന് പറയുന്ന ഒരു പൈലിനോട് നമ്മൾ പറയുന്ന വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. വാശി, ഈഗോ, അതേ കണക്ക് എന്നെ തിരിച്ച് പണി കൊടുക്കണം, എന്നെ അവൻ നശിപ്പിച്ചു, അല്ലെങ്കിൽ എന്നെ അവൻ ചീത്തയാക്കി, അതുകൊണ്ട് ഞാനും ചെയ്യും, എന്നെ ചെയ്തു എങ്കിൽ ഞാനും ചെയ്യും, അത്ര തന്നെ. ബ്ലാക്ക് മാജിക് എങ്കിൽ ബ്ലാക്ക് മാജിക്, അമ്പലത്തിലെങ്കിൽ അമ്പലത്തിൽ, പൂജയെങ്കിൽ പൂജ, ഞാൻ ചെയ്തിരിക്കും, നശിക്കണം. വാശി, സ്വന്തമായിട്ട് നശിച്ചാലും കുഴപ്പമില്ല, ആ വ്യക്തി നശിക്കണം. യൂണിവേഴ്സ്, കർമ്മ, യൂണിവേഴ്സിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു, അല്ലേ? സീനാണ്. കുറേ അധികം പ്രശ്നങ്ങൾ, കുറേ അധികം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റിവിറ്റീസാണ്, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ്. രണ്ടുപേരുടെയും സെക്ഷൽ അട്രാക്ഷൻ, സെക്ഷൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ അടുത്ത് വരുന്ന കുറച്ചധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സെക്ഷൽ പരമായിട്ടുള്ളൊരു എനർജി, ഭയങ്കരമായിട്ടുള്ളൊരു എനർജി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സെക്സ് അഡിക്ഷൻ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഫിസിക്കൽ അട്രാക്ഷൻ ആയിട്ട് തോന്നുന്നൊരു, മേ ബി നിങ്ങൾ അത്ര ലുക്കായിരിക്കാം, മേ ബി ആ വ്യക്തിയുടെ ലുക്കായിരിക്കാം. ഫിസിക്കലായിട്ടും നിങ്ങളെ ആ വ്യക്തി ഒരു ലൂപ്പിൽപ്പെടുത്തി, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടും നിങ്ങളുടെ അടുത്തൊരു താല്പര്യം ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഡീപ്പ് കണക്ഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാർമിക് സിറ്റുവേഷനാണ്. പ്രശ്നങ്ങളും സിറ്റുവേഷൻസും പല രീതിക്ക് വരും, പല രീതിക്ക് കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെയോ സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നു. മദർ എനർജി, ഭയങ്കര ഡീപ്ലി മദർ എനർജി ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് ആ വ്യക്തിയുടെ മദർ, ആ വ്യക്തിയുടെ അച്ഛൻ, ആ വ്യക്തിയുടെ സോള് ഇടയ്ക്കൊന്ന് കളിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കിത് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഈ സിറ്റുവേഷനിൽ ഇത് എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ നടക്കുന്നു, ഇതെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ഇതിനൊരു ഉദയം ഉണ്ടാവത്തില്ലേ, അല്ലെങ്കിൽ ഇതിനൊരു മാറ്റം ഉണ്ടാവത്തില്ലേ, ഈ ഭൂമി എന്തുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ അടുത്ത് മാത്രം കാണിക്കുന്നത്. ഭയങ്കര വിഷമമായിട്ടൊരു പാവം ക്യൂണിനെ പോലെ, രാജ്യം പോയ രാജാവിനെ കണക്ക് കിരീടമില്ലാത്ത രാജാവിനെ പോലെ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, കുറച്ചധികം റിലേഷൻഷിപ്പ്, ഈ റിലേഷൻഷിപ്പിൻ്റെ ബോട്ടാണ് ഞാൻ പറഞ്ഞത്. റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് കുറച്ചങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും.
ഓക്കെ. നിങ്ങൾക്കുള്ള ഓരോ പണിയും ആ വ്യക്തി ഓരോ പാതയിലൂടെ ഓരോ സിറ്റുവേഷനിലൂടെ തന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് നോയിപ്പിക്കാനുള്ള കെൽപ്പ് ആ വ്യക്തിയുടെ കയ്യിലുണ്ട്. മനസ്സ് നോയിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പാവം വ്യക്തി ആയതുകൊണ്ട് നിങ്ങളുടെ എനർജി വലിച്ചൂറ്റി എടുത്തുകൊണ്ടിരിക്കുക, വിഷമത്തിലൂടെയും കരയിപ്പിച്ചത് കൊണ്ടും. വൈ എന്തുകൊണ്ട് നിങ്ങൾക്ക് നന്നായിക്കൂടാ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം യൂണിവേഴ്സലിൻ്റെ വിഷമമുണ്ട്. യൂണിവേഴ്സലിന് നിങ്ങളെ കൊച്ചു കുട്ടികളെ പോലെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല രീതിക്കും പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നു, പല ഇഷ്യൂസായിട്ട് പല സിറ്റുവേഷൻസ് ഡാർക്കായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നു എങ്കിൽ പോലും നിങ്ങൾക്കിതിനൊരു ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോളിൽ നിൽക്കുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, പല രീതിക്കും പല പ്രശ്നങ്ങളെയും പല സിറ്റുവേഷനിലായി നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് വിശ്വസിക്കണോ, ട്രസ്റ്റ് ചെയ്യണോ, ട്രസ്റ്റ് ചെയ്യണ്ടേ എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിലാവുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പണി കിട്ടി, അപ്പോൾ ബാക്കിയുള്ളവർ എല്ലാവരെയും ആ ഒരു രീതിയിലോട്ടാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇത് ട്രസ്റ്റ് ചെയ്യണോ? കാരണം ഒരു ഇറ്റ്സ് എ ട്രോമ, ഒരു ചൈൽഡ്ഹുഡ് ട്രോമ. നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന അനുഭവങ്ങൾ, നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ലൈഫ് സ്റ്റൈൽ, നിങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. കുറച്ചധികം അല്ല, കുറേ അധികം നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വ്യക്തികൾ നീ കാണാൻ പറ്റുന്നുണ്ട്. പണപരമായിട്ടും ഫിസിക്കലായിട്ടും ലൈഫായാലും ടൈമായാലും നഷ്ടപ്പെട്ട വ്യക്തികൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഞാൻ അതിന് കുറ്റമൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ ഒരു ടൈം നിങ്ങൾ കടന്നു പോകേണ്ട ഒരു ടൈമാണ്. കടന്നു പോകുക തന്നെ ചെയ്യും. അപ്പം ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വഴി നിങ്ങൾക്ക് വരുന്നൊരു ഓപ്പർച്യൂണിറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ പൊസിഷൻ നിങ്ങൾക്കുണ്ടാവും. ഈ ഒരു ടൈമിൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു ബെറ്റർ പൊസിഷൻ ഉണ്ടാകും. ആൾക്കാരെ എങ്ങനെ കാണണം, ഈ വ്യക്തി എൻ്റെ ലൈഫിലോട്ട് എങ്ങനെ വരും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഏത് പോയിന്റിലായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു ബിസിനസ് പരമായിട്ട്, ഫിനാൻഷ്യൽ പരമായിട്ടായിരിക്കും, കരിയർ ആയിരിക്കും, അത് ഏത് സിറ്റുവേഷൻ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾക്കാരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിലോട്ട് ഇഞ്ചക്റ്റ് ആവുക, അല്ലെങ്കിൽ നിങ്ങളിലോട്ട് വരിക എന്ന് നിങ്ങളുടെ വിധി മുന്നേ നിശ്ചയിച്ചത് കൊണ്ടാണ് ഈ പറഞ്ഞ പ്രവർത്തികൾ, ഈ റിലേഷൻഷിപ്പേ നിങ്ങളുടെ ലൈഫിൽ വന്നത്. ഈ വ്യക്തി മേ ബി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും അറിയാതെ മാനിപ്പുലേറ്റ് ചെയ്ത്, നിങ്ങൾ പോലും അറിയാതെ വന്ന റിലേഷൻഷിപ്പ് ആയിരിക്കും. കുറേ പ്രശ്നങ്ങൾ തന്നിട്ടുണ്ട്, കുറേ സിറ്റുവേഷൻ തന്നിട്ടുണ്ട്, വാശി കാണിക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ പക്ഷേ ദ റിയലൈസേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ മനസ്സിലാക്കും. നിങ്ങളിലോട്ട് കൂടുതൽ തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ പാതയും കാണിച്ചു തരും. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ വ്യക്തി യൂസ് ചെയ്യുന്നുണ്ട്, പല രീതിക്കും യൂസ് ചെയ്യുന്നൊരു വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നു. കാർമിക് പരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സുഖിപ്പിച്ച് ഒരു ടൈമിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് സുഖിപ്പിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല വാക്കുകൾ പറഞ്ഞ് വാക്കൊന്നും ഏൽപ്പിക്കാതെ നല്ല വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ ഭയങ്കരമായിട്ടും സ്നേഹിച്ചൊരു വ്യക്തി ഈ ഒരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ കൊണ്ടുവരുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക്. ഓക്കെ, ഭയങ്കരമായിട്ടും ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ചുമ്പോഴത്തേക്കും, നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു നീതി വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ഫ്യൂച്ചർ ഭാവി ഉണ്ടാകുമോ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്കൊരു ഭാവി ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ അതിനോടൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ പൂജയോ അങ്ങനത്തുള്ള കാര്യങ്ങളും വെച്ച് ലോകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റും. മാനിഫെസ്റ്റേഷൻ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രാക്ടിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിനെ കൊണ്ടുവരാൻ, ഒരു മനുഷ്യനെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ? ഒരു മനുഷ്യനെ പണം അട്രാക്റ്റ് ചെയ്യാൻ പറ്റും, ഒരു മനുഷ്യനേക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എനിക്കറിയത്തില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമോ എനിക്കറിയത്തില്ല. മേ ബി ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ അത് ചെയ്യുന്നത് ശരിയാണോ എനിക്കറിയത്തില്ല. അത് ചെയ്യുന്നത് ശരിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. കുറച്ചധികം അങ്ങനെ കാണുന്നുണ്ട്, വാശിപരമായിട്ടുള്ള കാര്യങ്ങളും സിറ്റുവേഷൻസും കാണുന്നുണ്ട്. ബട്ട് എനിക്കറിയത്തില്ല അത് പോസിബിൾ ആണോ എന്നത്. ആ വ്യക്തി ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നു. കുറേ അധികം വ്യക്തിയിലാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നു. ആ വ്യക്തി ഫാമിലിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നത്. എത്ര പ്രശ്നങ്ങൾ, എത്ര ഹാർഡ് വർക്ക്, എത്ര സിറ്റുവേഷൻ ഡൗൺ ആയി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പാതയിലോട്ടാണ് പോകുന്നത്. അപ്പം നിങ്ങളാണോ കുറ്റക്കാർ? ഓക്കെ, പല രീതിക്കുള്ള സിറ്റുവേഷൻസും പല രീതിക്കുള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് വരുമ്പോൾ പോലും നിങ്ങൾ റിയലൈസ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങളിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള എല്ലാത്തിനുള്ള ഉത്തരം കിട്ടും. താഴോട്ട് നോക്കാണ്ട് മേളിലോട്ട് നോക്കി കഴിയുമ്പോഴത്തേക്ക്, മേളിലോട്ട് ചിന്തിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനുള്ള ഒരു ഉത്തരം കിട്ടും. ഓക്കെ, ഒരു ഈഗോ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ, ഒരു സിറ്റുവേഷൻ ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ, മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടി നോക്കുക. ആ വ്യക്തിയെടുത്ത് സംസാരിച്ച് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. ഒന്നീ ആ വ്യക്തി ഒഴിവാക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചിന്താഗതികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് എൻ്റെ പ്രശ്നം, ഞാൻ സഫർ ചെയ്യുന്നുണ്ട്, കുറേയധികം സിറ്റുവേഷൻ ഡാർക്കാണ്. അത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, ലീവ് ചെയ്ത് കളയാൻ വേണ്ടി നോക്കുക. അപ്പം ആ വ്യക്തി തിരിച്ച് റിട്ടേൺ നിങ്ങളുടെ അടുത്തോട്ട് വന്നോളൂ. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പം മാക്സിമം ഇതിനകത്ത് കുറേ അധികം കാര്യങ്ങളുണ്ട്. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട് ഇങ്ങനെ പറയാൻ വേണ്ടി. ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് മെയിൻലി പറയുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വാശി,
രണ്ട് നെഗറ്റീവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്, കുത്തി കുത്തി വെച്ചുകൊണ്ട് പോവുകയാണ് നെഗറ്റീവ്സ് ഓരോരോ പാതയിലോട്ട്. ഹാർഡ് വർക്ക് ചെയ്യാം, ആ വ്യക്തിയാണെങ്കിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്, നിങ്ങളെ മനസ്സിൽ മറ്റും കളിപ്പിക്കുന്നു. പക്ഷേ യൂണിവേഴ്സിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ പെട്ടുപോയതിന്, അല്ലെങ്കിൽ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഡാർക്കായിട്ട് ഈ റിലേഷൻഷിപ്പിൽ മാത്രം പെട്ടുപോയതിന് നിങ്ങൾക്കും വിഷമം ഉണ്ടാകുന്നവർ കാണാൻ പറ്റുന്നുണ്ട്. അറിയാം എല്ലാ കാര്യങ്ങളും, ബട്ട് റിയലൈസേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എന്താ കാര്യം, കാർമിക്കുള്ള സിറ്റുവേഷൻസൊക്കെ കഴിഞ്ഞു. അപ്പം നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പല കാര്യങ്ങളിലോട്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുമോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ പറഞ്ഞ കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ പുറമെ ആർക്കെങ്കിലും പേഴ്സൺ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണാം. ഓക്കെ, ബൈ.